ഒന്നാം സങ്കീർത്തനവും അതിൻ്റെ വ്യാഖ്യാനവും. ഒന്നാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിരു പോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായവിധി നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ഒന്നാം സങ്കീർത്തനം അജ്ഞാത സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എഴുത്തുകാരൻ ആരെന്ന് വ്യക്തമല്ല. ആ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് ഒന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. ഒന്നാം സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളുടെയും ആകെത്തുകയാണ് എന്നാണ് ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായം. ഒന്നാം സങ്കീർത്തനത്തിൻ്റെ 3 മുന്നറിയിപ്പുകളാണ് ഈ പറയുന്നത്. ഒന്നാമത്തേത്, ഒരുവൻ എങ്ങനെ നടക്കരുത്, എവിടെ നിൽക്കരുത്, എവിടെ ഇരിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ആത്മീയ ജീവിതത്തിൽ ഒരു ദൈവഭക്തൻ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നാണ് ഒന്നാം സങ്കീർത്തനത്തിൻ്റെ 3 മുന്നറിയിപ്പുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാം സങ്കീർത്തനത്തിൽ 2 വിധ വ്യക്തികളെക്കുറിച്ചും 2 വിധ വഴികളെക്കുറിച്ചും 2 വിധ അവസ്ഥകളെക്കുറിച്ചും കാണാനായിട്ട് സാധിക്കും. 2 വ്യക്തികൾ എന്ന് പറയുന്നത് ദുഷ്ടൻ അല്ലെങ്കിൽ പാപി, നീതിമാൻ രണ്ടാമത്തെ വ്യക്തി, അത് വചനം ധ്യാനിക്കുന്നവനാണ്. ഓരോ മനുഷ്യനും തങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന നിലപാടിനനുസരിച്ചുള്ള ഫലമാവും പുറപ്പെടുവിക്കുക എന്ന് ഒന്നാം സങ്കീർത്തനം നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. 2 വഴികൾ എന്ന് പറയുന്നത് ദുഷ്ടൻ്റെ വഴിയും നീതിമാൻ്റെ വഴിയുമാണ്. നീതിമാൻ്റെ വഴി നിത്യജീവനിലേക്കും ദുഷ്ടൻ്റെ വഴി നിത്യനാശത്തിലേക്കും നയിക്കുന്നുവെന്ന് ഒന്നാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള തിരുവചനങ്ങൾ. പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ദുഷ്ടൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കരുത്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ദൈവഭക്തൻ്റെ ജീവിത ശൈലികളെ ക്രമീകരിക്കേണ്ട ആ പ്രബോധനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം പോലെയാണ് ദൈവവചനം നിരന്തരം ധ്യാനിക്കുന്ന ഒരു ദൈവഭക്തൻ. നീർച്ചാലിനരികെ നട്ടത് എപ്പോഴും ജലം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇലകൾ പച്ചയാണ്. ജീവനുള്ളതിൻ്റെ ലക്ഷണം അത് പ്രകടമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ജീവൻ്റെ ഉറവയായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങൾ ഇല കൊഴിയാതെ യഥാകാലം ഫലം തരുന്ന വൃക്ഷത്തിന് സമാനമായിരിക്കും. ഇവിടെ വേര് എന്ന് പറയുന്നത് ദൈവഭക്തൻ്റെ വിശ്വാസത്തെയാണ് പ്രതീകാത്മകമാക്കുന്നത്. ഇലകൾ നന്മ പ്രവൃത്തികളെയും ഇലകളുടെ പച്ച നിറം ജീവരക്തത്തിൻ്റെ പ്രതീകത്തെയും ജലം ദൈവവചനത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ദുഷ്ടർ കാറ്റു പറത്തുന്ന പതിരുപോലെ ആണ് എന്ന് പറയുമ്പോൾ അത് ദുഷ്ടന്മാർ, അത് ഉള്ളിൽ പാഴായ അല്ലെങ്കിൽ പൊള്ളയായ മനുഷ്യൻ, വിശ്വാസത്തിൽ കാമ്പില്ലാത്ത പൊള്ളയായ മനുഷ്യൻ. അവൻ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവൻ വേഗം തന്നെ ദൈവത്തെ തള്ളിപ്പറയുകയും തിന്മയ്ക്ക് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്നു. എന്നാൽ ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു ദൈവഭക്തൻ, അവൻ നിരന്തരം ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും വായിക്കുകയും അങ്ങനെ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും ദൈവവിശ്വാസത്തിലും ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വത്തിലും അവൻ ഉറച്ചു നിൽക്കും. അവൻ്റെ ആ ഒരു ശരണം, ദൈവിക ശരണത്തെ സ്വർഗം മാനിക്കുകയും തക്ക സമയത്ത് ദൈവം അവനെ ഉയർത്തുകയും ചെയ്യും. 1-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നത് ദുഷ്ടർ അനുഭവിക്കേണ്ട അവസ്ഥകളെക്കുറിച്ചാണ്. നന്മയുടെയും തിന്മയുടെയും പ്രവൃത്തികൾ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. 6-ാം തിരുവചനം പറയുന്നു, കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു.
ഒന്നാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം സങ്കീർത്തന പുസ്തകത്തിൻ്റെ മുഴുവൻ, അതായത് 150 സങ്കീർത്തനത്തിൻ്റെയും മുഴുവൻ അർത്ഥവും ഉൾക്കൊള്ളുന്നു എന്നതാണ്. ഒന്നാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത് കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു എന്നാണ്. കർത്താവ് തൻ്റെ സംരക്ഷകനാണെന്ന ബോധ്യം നീതിമാനുണ്ട്. അവൻ എപ്പോഴും കർത്താവിൻ്റെ കരുതലിലും കരുണയിലും ശരണം വയ്ക്കുന്നു. അതിനാൽ അവൻ്റെ പാതകൾ കർത്താവ് അറിയുന്നു. ഇത് മനുഷ്യജീവിതത്തിലെ 2 വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകളെ ആണ് സൂചിപ്പിക്കുന്നത്. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം സമൃദ്ധിയും, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തിൻ്റെ ദൈവപരിപാലനയും ഒക്കെ അതിൽ നിന്ന് അകലുന്നത് നാശത്തിലേക്ക് നയിക്കുമെന്ന ഒന്നാം സങ്കീർത്തനം വ്യക്തമാക്കുന്നു. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ തൻ്റെ ജീവിതത്തെ ആ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ സമൃദ്ധിയും ദൈവപരിപാലനയും നൽകുമ്പോൾ അതിൽ നിന്ന് അകലുന്നത് നാശത്തിലേക്ക് നയിക്കും എന്നാണ് ഈ ഒന്നാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നീതിമാന്മാരുടെ സഭയിൽ പാപികൾക്ക് സ്ഥാനമില്ല. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അവർക്ക് നിലനിൽപ്പുമില്ല. അപ്പോൾ തെറ്റിപ്പോകുവാൻ നിരവധി സാധ്യതകളുള്ള ഈ ലോകത്തിൽ എങ്ങനെ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് മുന്നേറാം എന്ന് ഒന്നാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ്.